കോൺഗ്രസിന്റെ വായടച്ച് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തിളങ്ങിയത് മൊത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നടുപൊടിക്കുന്ന പ്രഹരമാണ് പ്രതിപക്ഷം മോദിയിൽ നിന്നും ചോദിച്ചു വാങ്ങിയത്. അവിടം കൊണ്ടൊന്നും പക്ഷേ ഈ ഓപ്പറേഷൻ നടുപൊടിക്കൽ അവസാനിക്കുന്നില്ല. മോദി പ്രതിപക്ഷത്തിനെതിരെ തുടങ്ങി വെച്ച ആ പ്രഹരം ടീം മോദിയിലെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ ഏറ്റെടുത്ത് ലോക നേതാക്കൾക്കെതിരെ വ്യാപിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ ആക്രമണം ശക്തമാക്കവേ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ഉണ്ടായതിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മറ്റാരുമല്ല നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഈ വിദേശകാര്യമന്ത്രി അറിയാതെ ഇന്ത്യയുടെ ഒരു കാര്യവും ഇന്ത്യയിൽ നടക്കില്ല, ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു കാര്യവും ഒരു ചർച്ചയും ഒരു സംഭാഷണവും ഒന്നും ഉണ്ടാകില്ലെന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ജയശങ്കർ പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് ഏതെങ്കിലും ഒരു മൂന്നാം രാജ്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല. അത് ഏതെങ്കിലും ഒരു രാജ്യവുമായുള്ള വ്യാപാര ഇടപാടിനെ ചൊല്ലിയുള്ള ഭീഷണിയല്ല. ഡൊണാൾഡ് ട്രംപ് വിളിച്ചില്ല, പക്ഷെ JD വാൻസ് വിളിച്ചു. US മാത്രമല്ല, ഒട്ടേറെ സൗഹൃദ രാഷ്ട്രങ്ങൾ സമാധാനത്തിനായി ഇന്ത്യയെ വിളിച്ചിരുന്നു. പോരാട്ടം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത് പാകിസ്ഥാന്റെ DGMO ആണ്. അപേക്ഷ നൽകിയത് പാക് മേധാവിയാണ്. രക്തവും വെള്ളവും ഒരുമിച്ച് ഇനിയും ഒഴുകില്ല. തീർന്നില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലാന്തരപ്പെട്ട നയങ്ങൾ നരേന്ദ്രമോദി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദം ഇപ്പോൾ ആഗോള ലോക അജണ്ടയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇത്രയുമാണ് വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ ഒരു തർക്കത്തിനോ ഒരു സംശയത്തിനോ ഇടവരുത്താതെ നിലപാട് വ്യക്തമാക്കിയത്. ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഈ അടി വാങ്ങാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലായി പോയി പ്രതിപക്ഷം. US പ്രസിഡന്റ് JD വാൻസിന്റെ മുന്നറിയിപ്പ് വന്നു, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന്. മുൻ ധാരണ പ്രകാരമാകാം. US പ്രസിഡന്റ് JD വാൻസിന്റെ മുന്നറിയിപ്പ് വന്നു, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന്. മുൻ ധാരണ പ്രകാരമാകാം. തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. ജയശങ്കർ പറയാതെ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ ആക്രമണം തുടങ്ങി വെച്ചു എന്ന് തന്നെയാണ്. തിരിച്ചടിയായി പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ കനത്ത നാശനഷ്ടമുണ്ടാക്കി. ഇതിനുശേഷം പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ച് ഒന്നല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വന്നു. ഇതാണ് രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ എസ് ജയശങ്കർ മനസ്സ് തുറന്നു പറഞ്ഞത്. ഏതൊക്കെ രാജ്യങ്ങളുടെ പേരാണെന്ന് ജയശങ്കർ സഭയിൽ പറഞ്ഞില്ല. പക്ഷേ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം അപ്പോഴും പുലർത്തിയിരുന്നെന്ന് ജയശങ്കർ എടുത്തു പറഞ്ഞു. ഒരു മധ്യസ്ഥതയും ഇന്ത്യക്ക് വേണ്ടെന്നും വെടിനിർത്തലുള്ള ഏത് അഭ്യർത്ഥനയും ഔദ്യോഗിക സൈനിക മാർഗങ്ങളുടെ തന്നെ പോരട്ടെ എന്നുമാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് ജയശങ്കർ പറഞ്ഞു. പോരാട്ടം നിർത്തണമെങ്കിൽ അത് അപേക്ഷിക്കേണ്ടത് പാകിസ്ഥാന്റെ DGMO ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തന്നെയാണ്. അത് തന്നെയാണ് ഒടുവിൽ സംഭവിച്ചതും ജയശങ്കർ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. പാക് DGMOയുടെ അപേക്ഷ ഇന്ത്യ അങ്ങനെ സ്വീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തലാക്കുകയായിരുന്നു. പിന്നെ ഈ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് പോലെ ഒരു റോളുമില്ലെന്ന് ജയശങ്കർ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന് തറപ്പിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മർമ്മത്തിന് കിട്ടിയ അടികൂടിയായിരുന്നു. വ്യക്തമായി പറയട്ടെ, ഏപ്രിൽ 22-നും ജൂൺ 16-നും ഇടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരൊറ്റ ഫോൺ കോൾ പോലും ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഉണ്ടായിട്ടില്ല എന്ന് രാജ്യസഭയിൽ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു ജയശങ്കർ. ഇനി രാഹുൽ ഗാന്ധി എന്ത് പറയുമെന്നത് കാത്തിരുന്ന് കാണണം. വ്യാപാര ഭീഷണി ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ചുവന്ന ട്രംപിന്റെ അവകാശവാദങ്ങളുടെ ആണിക്കൽ ഇളക്കുന്നതായിരുന്നു ഈ ജയശങ്കറിന്റെ നിലപാട്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ ഇനി അങ്ങോട്ട് ഒരിക്കലും വച്ച് വെറുപ്പിക്കില്ലെന്ന മറ്റൊരു മുന്നറിയിപ്പ് കൂടി ജയശങ്കർ നൽകിയിട്ടുണ്ട്. ഭീഷണിയല്ല, മുന്നറിയിപ്പാണ്. ആക്രമിച്ചാൽ വീണ്ടും തിരിച്ചടിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. എസ് ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞ മറ്റൊരു പോയിന്റ് അതാണ്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ കുറിച്ച് എന്തുകൊണ്ട് ആ കരാർ താൽക്കാലികമായി റദ്ദാക്കിയ കരാർ പുനഃപരിശോധിക്കുന്നില്ല ഇന്ത്യ എന്ന പാകിസ്ഥാന്റെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും ചോദ്യത്തിന് ഇതാണ് ജയശങ്കറിന്റെ മറുപടി. നെഹ്റുവിന്റെ നയങ്ങളിലെ ചില കാലാവധി കഴിഞ്ഞ ചില ഏടുകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തിരുത്തുകയാണ്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച ആ കരാർ സമാധാനം വാങ്ങാനല്ലായിരുന്നു, അത് പ്രീണനത്തിന് വേണ്ടിയായിരുന്നു, ഒരു വിഭാഗത്തിന്റെ പ്രീണനം ഏറ്റുവാങ്ങാനായിരുന്നു എന്ന് വ്യക്തമായി തന്നെ ജയശങ്കർ പറയുന്നു. പിന്നെ
മോദിയുടെ പരിശ്രമങ്ങൾ ഇപ്പോൾ കൊണ്ട് ആഗോള അജണ്ടയിൽ ഭീകരവാദം വന്നു നിൽക്കുന്നു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനുമേൽ ശക്തമായ നിലപാടെടുത്തു. അത് ഇന്ത്യ കാരണമാണ്. UN രക്ഷാസമിതിയിൽ അംഗമല്ലായിരുന്നിട്ടും ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയെ അതൊരു പ്രോക്സി സംഘടനയാണെന്നും അത് UN കൊണ്ട് തള്ളിപ്പറയിക്കാനും ഇന്ത്യക്കായി എന്ന് ജയശങ്കർ വീണ്ടും അടിവരയിട്ട് പറഞ്ഞപ്പോഴും പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ല. എന്തായാലും നരേന്ദ്രമോദി തുടങ്ങി വെച്ച ആ പ്രതിപക്ഷത്തിനെതിരായ ഓപ്പറേഷൻ പഹർ ഇപ്പോഴിതാ എസ് ജയശങ്കർ ഏറ്റെടുത്ത് കൃത്യമായി അത് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച